ലൈവ് എന്നത് നമ്മുടെ ഗ്രാമറിലെ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ ആർക്കും അങ്ങനെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതെന്താണ് എന്ന് അറിയില്ല. സോ നമ്മൾ പഠിക്കാൻ പോകുന്ന കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്സ് ഇൻ റൈറ്റിംഗ്. കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ വി ക്യാൻ ലുക്ക് അറ്റ് ദ ഡെഫിനിഷൻ ഫസ്റ്റ്. Comparative adjectives are used to compare differences between the two objects. They modify larger, smaller, faster, higher. So, first of all, I am going to ask you, what is this adjectives? Adjectives എന്താണെന്ന് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പാർട്സ് ഓഫ് സ്പീച്ചിൽ നൗണ്, വെർബ്, പ്രൊനൗണ്, അഡ്വെർബ്, അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സോ അഡ്ജക്റ്റീവ് ഈസ് എനിത്തിങ് ദാറ്റ് മോഡിഫൈസ് എ നൗൺ, അല്ലേ? ഒരു നൗണിനെ മോഡിഫൈ ചെയ്യുന്ന എന്തിനേയും നമുക്ക് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. അപ്പോൾ കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്താണ്? അഡ്ജക്റ്റീവ്സിന് മെയിനായിട്ട് 3 ഫോമുണ്ട്. അതിൻ്റെ ബേസ് ഫോം, കമ്പാരറ്റീവ് ഫോം ആൻഡ് സൂപ്പർലേറ്റീവ് ഫോം. ഓക്കെ, കമ്പാരറ്റീവ് ഫോമാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സൂപ്പർലേറ്റീവ് ഉണ്ട്. ഇവിടെ എന്തുകൊണ്ട് കമ്പാരറ്റീവ് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ IELTSൻ്റെ എസ്സേയിലും അതുപോലെ തന്നെ ലെറ്ററിലും നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്നതിനകത്തും ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്സ് വരുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്സ് മാത്രമായിട്ട് എടുത്തത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എനിത്തിങ് ദാറ്റ് മോഡിഫൈസ് എ നൗൺ. ഒരു നൗണിന് അതിൻ്റെ വിശേഷിപ്പിക്കുന്ന എന്തിനേയും അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. അതിൻ്റെ ബേസ് ഫോം ആയിരിക്കും എന്ത്? നോർമൽ അഡ്ജക്റ്റീവ്. ബിഗ്, ഫാസ്റ്റ്, ഹൈ ഇതെല്ലാം പറയുന്നത്, പ്രെറ്റി, ബ്യൂട്ടിഫുൾ ഇതെല്ലാം എന്താണ്? ബേസ് ഫോമാണ്. കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്സിൻ്റെ ബേസ് ഫോമാണ്. ഇനി അതിൻ്റെ കമ്പാരറ്റീവ് ഫോം എടുക്കുകയാണെങ്കിൽ 2 വസ്തുക്കളെ കമ്പയർ ചെയ്യാൻ. ഓക്കെ, 2 വസ്തുക്കളെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാര്യത്തിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്സ്. ഓക്കെ, എന്ന് പറയുമ്പോൾ ഒന്ന് മറ്റേതിനേക്കാൾ മികച്ചതാണ് അല്ലെങ്കിൽ ഒന്ന് മറ്റേതിനേക്കാൾ കൂടിയതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്സിനകത്ത് വരിക. ഫോർ എക്സാമ്പിൾ, ലാർജർ. ദിസ് ബോക്സ് ഈസ് ലാർജർ ദാൻ ദാറ്റ് ബോക്സ്. ഇത് മറ്റേതിനേക്കാൾ വലുതാണ്. സോ അവിടെ ബോക്സിനെയാണ് എന്ത് ചെയ്യുന്നത്? അഡ്ജക്റ്റീവ്സ് അതിൻ്റെ വിശേഷിപ്പിക്കുന്നത് ബോക്സിനെയാണ്. ഇത് മറ്റേതിനേക്കാൾ വലുതാണ്. സോ കമ്പയർ ചെയ്ത് 2 ബോക്സുകളെ തമ്മിൽ കമ്പയർ ചെയ്തു. അവിടുത്തെ കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ് എന്താണ്? ലാർജറാണ് കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്. ഇനി ഇതിൻ്റെ കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, എങ്ങനെയാണിത് ഫോം ചെയ്യുന്നത് നോക്കാം. നമുക്ക് എല്ലാത്തിനകത്തും എന്ത് ചെയ്യാൻ പറ്റില്ല, ലാർജർ, ലാർജസ്റ്റ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഫോർമേഷന് കുറച്ച് റൂൾസ് ഉണ്ട്. സോ 1 syllable അഡ്ജക്റ്റീവ്സ്. 1 syllable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മുടെ പ്രൊണൗൺസിയേഷനകത്ത് വരുന്നതാണ് സിലബിൾസ്. ഒരു വേർഡിന് എത്ര സിലബിൾസ് ഉണ്ട്. ഓക്കെ, അതിനെ ബേസ് ചെയ്താണ് കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്സ് ഫോം ചെയ്യുന്നത്. സോ ഇഫ് എ വേർഡ് ഈസ് അല്ലെങ്കിൽ ഇഫ് ദ അഡ്ജക്റ്റീവ് ഈസ് consisting of only 1 syllable, then we typically add er to the end of the adjective to become the comparative. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ബിഗ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് അത് ബേസ് ഫോം ആണ്. അതിനകത്ത് ഒറ്റ സിലബിളേ ഉള്ളൂ, മോണോസിലബിൾ വേർഡാണ് ബിഗ്. ഓക്കെ, അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു? ബിഗ്ഗർ എന്ന് പറയുന്നു. വി ആർ ആഡിങ് er to the word big and making it into bigger. ബിഗ്ഗർ ആണ് കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഫാസ്റ്റ് ബിക്കംസ് ഫാസ്റ്റർ. അവിടെ എല്ലാം എന്താണ്? മോണോസിലബിൾ വേർഡ്സ് ആണ്. സോ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള മോണോസിലബിൾ വേർഡ്സ് സൂപ്പർലേറ്റീവ് ആക്കാനാണെങ്കിൽ വി വിൽ ജസ്റ്റ് ആഡ് est, ബിഗ്ഗസ്റ്റ്, ഫാസ്റ്റസ്റ്റ് എക്സെട്ര. ഓക്കെ, അപ്പോൾ മോണോസിലബിൾ വേർഡ്സിൽ എങ്ങനെയാണ് അഡ്ജക്റ്റീവ് വരുന്നതെന്ന് മനസ്സിലായല്ലോ. ദെൻ 2 or more സിലബിൾ. മോണോസിലബിൾ ഒറ്റ സിലബിൾ മാത്രം ഉള്ളപ്പോൾ er ആഡ് ചെയ്യും. പക്ഷേ 2 അതിലധികമോ സിലബിൾസ് അല്ലെങ്കിൽ വേർഡ്സിൽ അങ്ങനെ ഒരു പ്രൊണൗൺസിയേഷൻ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? മോർ ആയിരിക്കും ആഡ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുളിനകത്ത് 2 സിലബിളുണ്ട്. ആ 2 സിലബിൾ ഉള്ളതുകൊണ്ട് അതിനെ മോർ ബ്യൂട്ടിഫുൾ ആക്കും. ഓക്കെ, അതുപോലെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നതിനകത്തും 2-ലധികം സിലബിൾസ് ഉണ്ട്. സോ വി വിൽ സേ മോർ ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് ഇതിൻ്റെ സൂപ്പർലേറ്റീവ് എങ്ങനെയായിരിക്കും? മോർ ആയതുകൊണ്ട് തന്നെ കമ്പാരറ്റീവിന് മോർ ആണ് ചേർക്കുന്നതെങ്കിൽ സൂപ്പർലേറ്റീവിന് നമ്മൾ മോസ്റ്റ് ആയിരിക്കും ചേർക്കുക. ഓക്കെ, സോ ദിസ് ഈസ് മോർ ബ്യൂട്ടിഫുൾ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വൺ. ഓക്കെ, കമ്പാരറ്റീവ് എന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ,
പിന്നെ സൂപ്പർലേറ്റീവ് എന്ന് പറയുമ്പോൾ ഇതാണ് ഏറ്റവും ഹയസ്റ്റ്, ദിസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്, അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും ടോപ്പിൽ. ഒരു സാധനത്തിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഉപയോഗിക്കുക. അതിനെ കമ്പയർ ചെയ്യാം, കമ്പയർ ചെയ്യുന്നതിനകത്ത് പക്ഷേ മറ്റ് വസ്തുക്കൾക്ക് അധികം പ്രാധാന്യം ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പക്ഷേ ഇത് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, രണ്ടിനെയും ഒരുപോലെ കമ്പയർ ചെയ്യുന്നു, ഇതിനേക്കാൾ മികച്ചത് മറ്റേതാണ് എന്ന് മാത്രമാണ് കാണിക്കുന്നത്. ഓക്കെ, സോ മോണോസിലബിൾ വേർഡ്സിന് വരുമ്പോൾ നമ്മൾ ER ചേർക്കും, കമ്പാരിറ്റീവിന് EST ആണ് സൂപ്പർലേറ്റീവിന് ചേർക്കുക. ഓക്കെ, ദെൻ 2 or more സിലബിൾസ്, രണ്ടോ അതിലധികമോ സിലബിൾസ് വരുമ്പോൾ എന്തായിരിക്കും ചേർക്കുക, അഡ്ജക്റ്റീവിൻ്റെ ഇപ്പുറത്ത് മോർ അല്ലെങ്കിൽ മോസ്റ്റ് ചേർക്കും. ഓക്കെ, മോർ ചേർക്കുന്നത് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സിനും മോസ്റ്റ് ചേർക്കുന്നത് സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സിനും ആയിരിക്കും. ദെൻ ഇറഗുലർ അഡ്ജക്റ്റീവ്സ്. ഇറഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ ERും ചേർക്കാൻ പറ്റില്ല, മോറും ചേർക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ അടുത്ത കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും വരുന്നത് വേറെ വേർഡ്സ് ആയിട്ടായിരിക്കും വരിക. ഓക്കെ, സം അഡ്ജക്റ്റീവ്സ് ഹാവ് ഇറഗുലർ കമ്പാരിറ്റീവ് ഫോംസ് ദാറ്റ് ഡോണ്ട് ഫോളോ ദ ടിപ്പിക്കൽ പാറ്റേൺ. ടിപ്പിക്കൽ പാറ്റേൺ എന്താണ്? മോണോസിലബിളിന് ER ചേർക്കുന്നതും ഡൈസിലബിളിന് അല്ലെങ്കിൽ അതിലധികം സിലബിൾസ് ഉണ്ടോ അതിലധികമോ സിലബിൾസ് വരുന്നതിന് മോർ ചേർക്കുന്നതുമാണ് ടിപ്പിക്കൽ പാറ്റേൺ. പക്ഷേ ചില അഡ്ജക്റ്റീവ്സ് ഇതിന് നിന്ന് തരില്ല. ഫോർ എക്സാമ്പിൾ ഗുഡ്. ഗുഡ് എന്ന് പറയുന്നതിൻ്റെ ദിസ് ഈസ് ഗുഡ്, ഓക്കെ, ബട്ട് ദാറ്റ് ഈസ് ബെറ്റർ എന്നാണ് നമ്മൾ പറയുക. ആൻഡ് ദിസ് ഈസ് ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ കമ്പാരിറ്റീവ് എന്താണ് വന്നത്? ബെറ്റർ ആണ് കമ്പാരിറ്റീവ് വന്നത്, ബെസ്റ്റ് ആണ് സൂപ്പർലേറ്റീവ് വന്നത്. ഓക്കെ, ദെൻ ബാഡ് ബിക്കംസ് വേഴ്സ്. ഇനി വേഴ്സിനെ എങ്ങനെയായിരിക്കും മാറ്റുക? വേഴ്സ്റ്റ് ആയിരിക്കും വരിക. ഓക്കെ, മോണോസിലബിളും രണ്ടോ അതിലധികമോ 2 or more സിലബിൾസ് വരുന്നത് നമുക്ക് പഠിച്ചു വെക്കാം. മോറും മോസ്റ്റും ആണ് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ കൂടെ ER ആണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും. പക്ഷേ ഇറഗുലർ അഡ്ജക്റ്റീവ്സ് വരുമ്പോൾ വി കനോട്ട്, ആ റൂള് അപ്ലിക്കബിൾ അല്ല. സോ വി ഹാവ് ടു ലേൺ ഇറ്റ് ബൈ ഹാർട്ട്. ഓക്കെ, ഇപ്പോൾ ബെറ്റർ, ഗുഡ്, ബാഡ് അതിൻ്റെ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് നമ്മൾ പഠിച്ചതുപോലെ ഇനിയുമുണ്ട് അതുപോലത്തെ സാധനങ്ങൾ. സോ യു ഹാവ് ടു ലേൺ ഇറ്റ് ബൈ ഹാർട്ട്. ഓക്കെ, അങ്ങനെ പഠിച്ചിട്ട് വേണം നിങ്ങളത് ഉപയോഗിക്കാൻ വേണ്ടി. സോ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സിൻ്റെ ഫോർമേഷൻ പറഞ്ഞു. ദെൻ വാട്ട് ഈസ് ദ യൂസസ്? ഓക്കെ, യൂസ് ഓഫ് ദാൻ. കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി നമ്മൾ എന്താണ്, രണ്ടോ മൂന്നോ സംഭവങ്ങളായിരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുക. അപ്പോൾ ദാൻ എന്തായാലും യൂസ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ മോണോസിലബിളിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ER ആണെന്ന് പറഞ്ഞു, അങ്ങനെ ഒരു സാധനം വരുമ്പോൾ ഇറ്റ് ഈസ് ബിഗ്ഗർ ദാൻ. ഓക്കെ, when using comparative adjectives you typically use than to introduce the thing being compared. For example, she is taller than him. ഷീ ഈസ് ടോളർ എന്ന് പറയാം. ഓക്കെ, ബട്ട് യു ഹാവ് ടു സേ എ തിങ്. എന്താണ് ഷീയെ എന്തുകൊണ്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഓക്കെ, അവളുടെ കമ്പയർ ആയിട്ട് വന്നിരിക്കുന്ന ഒബ്ജക്റ്റ് എന്താണ് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്താണ്, അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ദാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഷീ ഈസ് ടോളർ ദാൻ ഹിം. ഹിം ഈസ് ദ അവിടുത്തെ ഒബ്ജക്റ്റ് ആണ് ദ ഹിം. ആ ഹിമ്മിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇൻ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സ് യു നീഡ് രണ്ട് കാര്യങ്ങൾ വേണം. രണ്ട് സബ്ജക്ട്സ് അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിലും അവിടെ രണ്ടെണ്ണം വേണം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തേതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, ദിസ് ബുക്ക് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദാറ്റ് വൺ. ഓക്കെ, ദാറ്റ് വൺ എന്ന് പറയുമ്പോൾ വേറൊരു ബുക്കുണ്ട്, അപ്പോൾ അതിനെക്കാട്ടിലും ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ബുക്ക്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഏത് മോണോസിലബിൾ ആണെങ്കിലും 2 or more സിലബിൾസ് ആണെങ്കിലും രണ്ടിനും ദാൻ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, പിന്നെയുള്ള റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഫോം ഇൻ ദ സെക്കൻഡ് പാർട്ട്. വെൻ വി ആർ ലുക്കിംഗ് അറ്റ് എ അഡ്ജക്റ്റീവ്, ഒരു 2 or more സിലബിൾസ് ഉള്ള അഡ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ കാണുന്നത്. ആ അഡ്ജക്റ്റീവ്സിനകത്ത് മോറാണ് ചേർക്കുന്നതെന്ന് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ അതിന് എന്താ യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ബേസ് ഫോം ആയിരിക്കും സെക്കൻഡ് പാർട്ടിൽ വരിക. ഫോർ എക്സാമ്പിൾ, ദിസ് ബുക്ക് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദാറ്റ് വൺ. അപ്പോൾ അതിനകത്ത് കമ്പയർ ചെയ്യുമ്പോഴും മോറിൻ്റെ അപ്പുറത്ത് എന്താണ് വന്നിരിക്കുന്നത്? ബേസ് ഫോം ഓഫ് ദ അഡ്ജക്റ്റീവാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അല്ലാതെ അതിൻ്റെ കമ്പാരിറ്റീവ് ഓർ സൂപ്പർലേറ്റീവ് ഫോംസ് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് അബൌട്ട് ദീസ് റൂൾസ് ഓൾസോ. നെക്സ്റ്റ് ഫോർ എക്സാമ്പിൾസ് ആണ്, 3 എക്സാമ്പിൾസ് ഉണ്ട്. ദ ക്യാറ്റ് ഈസ് ബിഗ്ഗർ ദാൻ ദ ഡോഗ്. അപ്പോൾ ഇതിനകത്തെ രണ്ട് സബ്ജക്ട്സ് ഉണ്ട്, ക്യാറ്റ് ആൻഡ് ഡോഗ്. കമ്പയർ ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ക്യാറ്റിനെയാണ്
അഡ്ജക്റ്റീവ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ദ ക്യാറ്റ് ഈസ് ബീയിങ് കമ്പയർഡ് ടു ദ ഡോഗ്. ഓക്കെ, സോ ദ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ഈസ് ബിഗ്ഗർ. ബിഗ്ഗർ എന്ന് പറയുമ്പോൾ ബിഗ് ആണ്, ബിഗിൻ്റെ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ് ബിഗ്ഗർ വന്നിരിക്കുന്നത്. ദെൻ ദ സെക്കൻഡ് പാർട്ട് ദാൻ യൂസ് ചെയ്തിട്ടുണ്ട് ടു ഇൻട്രൊഡ്യൂസ് ദ അതർ സബ്ജക്റ്റ്, സെക്കൻഡ് സബ്ജക്റ്റ് ദ ഡോഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദിസ് ബുക്ക് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദാറ്റ് വൺ. നേരത്തെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിളാണിത്. സോ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് മോർ. ദെൻ ഷീ ഈസ് ബെറ്റർ അറ്റ് സ്വിമ്മിങ് ദാൻ ഹെർ ബ്രദർ. ഓക്കെ, ഷീ ഈസ് ബെറ്റർ അറ്റ് സ്വിമ്മിങ്. സോ നമ്മൾ ഇതുവരെ ഒരു സിമ്പിൾ ഫോമിലാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇതിനകത്ത് അഡ്ജക്റ്റീവിൻ്റെ കൂടെ ഒരു വെർബ് കൂടിയുണ്ട്. ഓക്കെ, സ്വിമ്മിങ് ആണ് വെർബ് വരുന്നത്. അപ്പോൾ എന്തിലാണ് ബെറ്റർ എന്ന് പറയുന്നത്? സ്വിമ്മിങ്ങിലാണ് ബെറ്റർ. ബട്ട് ഷീ ഈസ് ദ വൺ ബീയിങ് ബെറ്റർ ഇൻ സ്വിമ്മിങ്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ബെറ്റർ വന്നത്. ഷീ ഈസ് ബെറ്റർ അറ്റ് സ്വിമ്മിങ് ദാൻ ഹെർ ബ്രദർ. ദ സെക്കൻഡ് ഒബ്ജക്റ്റ് ഓർ സബ്ജക്റ്റ് ഈസ് ദ ബ്രദർ ആൻഡ് വി ആർ യൂസിങ് ദാൻ ടു ഇൻട്രൊഡ്യൂസ് ദ ബ്രദർ. ഓക്കെ, ഓർ ഹെർ ബ്രദർ. അവിടെ എന്താണോ കമ്പയർ ചെയ്തിരിക്കുന്നത്, എന്തിനോടാണോ കമ്പയർ ചെയ്തിരിക്കുന്നത്, അതിനെ ദാൻ കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സിൻ്റെ റൂൾസ് പറഞ്ഞു, അതിൻ്റെ ഫോർമേഷൻ പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു. സോ ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് അബൌട്ട് ദിസ്. ഐ വിൽ ജസ്റ്റ് റീക്യാപ്പ് ഇറ്റ് വൺസ് മോർ. ഓക്കെ, എന്താണ് ഡെഫിനിഷൻ? Comparative adjective is a word that is used to compare between two subjects or two objects. For example, larger, smaller, faster, higher. എന്താണെങ്കിലും ഓക്കെ, ഈവൻ സൈസ് ആവാം, ഷേപ്പ് ആവാം, ലൈക്ക് ലുക്ക് ആവാം, അതിൻ്റെ എന്തെങ്കിലും വെർബിൻ്റെ ഇതാവാം, എനിത്തിങ്. When the two objects or two subjects are being compared, we use comparative adjectives. Okay. And formation വരുമ്പോൾ for monosyllable words or for monosyllable adjectives we add er to the end of the adjective. er ചേർത്തിട്ട് എന്ത് ചെയ്യും? അതിനെ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആക്കും. മോണോസിലബിൾ ആണെങ്കിൽ മാത്രം, ഒരു അഡ്ജക്റ്റീവിന് ഒരു സിലബിൾ മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ബിഗ്, ഫാസ്റ്റ് അങ്ങനെയുള്ള സിമ്പിൾ വേർഡ്സ് അല്ലെങ്കിൽ മോണോസിലബിൾ വേർഡ്സിൽ വരുമ്പോൾ er ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിനെ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആക്കും. ഓക്കെ, ബിഗ്, ഫാസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ഫോമാണ്. ടു മേക്ക് ഇറ്റ് ഇൻ ടു കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സ് വി ആഡ് er. ഓക്കെ, ദെൻ ടു ഓർ മോർ സിലബിൾ, രണ്ടോ അതിലധികമോ സിലബിൾസ് ഉള്ള അഡ്ജക്റ്റീവ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? മോർ ആയിരിക്കും അതിന് മുന്നേ ചേർക്കുക. ഓക്കെ, മോർ ബ്യൂട്ടിഫുൾ, മോർ ഇൻട്രസ്റ്റിംഗ് എക്സെട്ര. ദെൻ ഇറഗുലർ അഡ്ജക്റ്റീവ്. ഇറഗുലർ അഡ്ജക്റ്റീവ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു. ചില അഡ്ജക്റ്റീവ്സ് ഈ ടിപ്പിക്കൽ പാറ്റേൺ ഫോളോ ചെയ്യില്ല. മോണോസിലബിൾ ആണെങ്കിലും ടു ഓർ മോർ സിലബിൾസ് ഉണ്ടെങ്കിലും എന്തായിരിക്കും ചെയ്യുക? അത് വേറൊരു വേർഡായിട്ട് അല്ലെങ്കിൽ വേറൊരു രീതിയിലായിരിക്കും അതിനെ കമ്പാരിറ്റീവായിട്ട് വരിക. ഫോർ എക്സാമ്പിൾ ഗുഡ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിൻ്റെ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് വരുന്നത് ഗുഡർ അല്ല, ബെറ്റർ ആണ്. ഓക്കെ, ദെൻ അതുപോലെ ബാഡിൻ്റേത് വരുന്നത് വേഴ്സ് ആണ് വരിക. ഓക്കെ, ദെൻ റൂൾസ് വരുമ്പോൾ ദാൻ യൂസ് ചെയ്യണം. എപ്പോഴും കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സ് വരുമ്പോൾ എന്തിനെയാണോ കമ്പയർ ചെയ്യുന്നത് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാനും യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, ബേസ് ഫോം മോർ യൂസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ പാർട്ടിൽ ബേസ് ഫോം ആയിരിക്കും വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് the examples. So I hope you all understood about this. Comparative adjectivesൻ്റെ അല്ലെങ്കിൽ superlative adjectivesൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കമൻ്റ് ഇടാം. ഓക്കെ, കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു റിപ്പോർട്ട് എഴുതുകയാണ് അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതുകയാണ്. മെയിൻലി IELTS അക്കാഡമിക്കിനകത്ത് അക്കാഡമിക് റൈറ്റിങ്ങിലെ റിപ്പോർട്ട് വരുമ്പോൾ യു ഹാവ് ടു യൂസ് ദീസ് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സ്. ഓക്കെ, ബിക്കോസ് പല വാല്യൂസ് ഉണ്ടാവും, അതിനെ കമ്പയർ ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ വരും. പിന്നെ അതുപോലെ തന്നെ മാപ്പ് വരുവാണെങ്കിലും അതുപോലെ ഗ്രാഫ്, പൈ ചാർട്ട്, ടേബിൾസ് ഏതാണെങ്കിലും യു മൈറ്റ് ഹാവ് ടു യൂസ് ദീസ് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സ്. സോ IELTS അക്കാഡമിക് സ്റ്റുഡൻസിന് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനകത്ത് മോണോസിലബിൾ ആണോ, ടു ഓർ മോർ സിലബിൾസ് ആണോ, അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള അഡ്ജക്റ്റീവ്സ് ആണോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, so I hope you all understood. Then if there is no doubts, thank you.